Guest for destination. തൃശൂർ പൂര വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കേരള വിഷൻ ന്യൂസിന്റെ ഫുൾ ടീം അവിടെ സമഗ്ര കവറേജുമായി റെഡിയാണ്. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ പൂര വിളംബരം ഇന്നാണ് നടക്കുന്നത്. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസനും റിയാസ് KMR ചെയ്യുന്നുണ്ട്. റിയാസ്, പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം നാളെയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി പൂര വിളംബരം ഇന്ന് നടക്കും. പൂരാവേശത്തിലാണ് തൃശൂർ നഗരിയുള്ളത്. തീർച്ചയായും നമ്മളും ആ ഒരു ആവേശത്തിൽ തന്നെയാണ്. കേരള വിഷൻ ന്യൂസിന്റെ പ്രേക്ഷകരും നമ്മളും ആ കേരള വിഷൻ ന്യൂസിന്റെ ടീമും എല്ലാം ഇവിടെ വലിയ ആവേശത്തിലാണ്. ചെറിയൊരു തിരുത്തം എന്താണെന്നറിയോ? CS പറഞ്ഞതില് പൂരം നാളെയാണെന്ന്. ശരിക്കും സാധാരണ നമ്മൾ പ്രേക്ഷകർ കാണുന്ന പൂരം മാത്രമാണ് നാളെ. അതാണ് അതെ. ഇവിടെ തൃശ്ശൂർക്കാർക്ക് പൂരം നേരത്തെ തുടങ്ങി. ഇനി മെയ് 6-നാണ് പൂരം എന്നുള്ള അന്ന് ആ പറഞ്ഞടം തൊട്ട് ആണ്. അതാണ് ഒരു തൃശ്ശൂർക്കാരനെ സംബന്ധിച്ച് പൂരം എന്ന് പറയുന്നത് അവന്റെ സിരകളിൽ ഓടുന്ന ഒരു ഹൃദയ വികാരം പോലെ, ഒരു രക്തം പോലെ അരിഞ്ഞു ചേർന്ന ഒരു സംഭവമാണ്. രക്തത്തിൽ അതിനേക്കാൾ ഉപരി തൃശ്ശൂർക്കാരെക്കാളും കൂടുതൽ പുറത്തു നിന്നുള്ള ആൾക്കാരാണ്. കാരണം ഇപ്പോ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. സംസ്ഥാനത്തിന് പുറത്തു നിന്ന് ഈ പൂരത്തിന്റെ ആ ഒരു പെരുമ കാണാൻ വേണ്ടി ആഗോളതലത്തില് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് വരുന്നത്. നമ്മുടെ നേരത്തെ മിനിസ്റ്റർ നമ്മളോട് സംസാരിച്ചപ്പം കഴിഞ്ഞ തവണത്തെക്കാളൊക്കെ ഇത്തവണ കൂടുതലുണ്ടാവും. പുറത്തുനിന്നുള്ള പൗരന്മാരൊക്കെ നല്ലോണം ഉണ്ടാവുന്നുള്ളതാണ്. വിദേശത്തു നിന്ന് പോലും പ്രവാസികളായ മലയാളികളല്ലാത്ത വിദേശികൾ ഉൾപ്പെടെ ഈ കേരളത്തിന്റെ ഒരു തനത് സംസ്കാരമായിട്ടുള്ള തൃശൂർ പൂരം കാണാൻ വേണ്ടി, പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം കാണാൻ വേണ്ടി എത്തുന്നു എന്നുള്ളതാണ്. കാളിദാസ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രതിസന്ധിയെ അതിജീവിച്ചൊരു പൂരമാണ് തൃശൂർ പൂരം. മറ്റൊന്ന് ഈ മാറ്റി നിർത്തപ്പെട്ടവന്റെ പൂരം എന്നുകൂടി നമുക്ക് ഈ തൃശൂർ പൂരത്തെ ഇതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 1796 അതെ, അതിന്റെ ഒരു തുടക്കം, ആ സംഭവം ആറാട്ടുപുഴ പൂരം ഒരു പ്രചോദനമാണ്. തമ്പുരാൻ എന്ന് പറയുന്ന ആ ഒരു ദീർഘദർശിയായിട്ടുള്ള ഒരു അധികാരി, രാമവർമ്മ കുഞ്ഞിപ്പിള്ള തമ്പുരാൻ, അദ്ദേഹമാണ് ശക്തൻ തമ്പുരാൻ. അറിയില്ല, കുറച്ചു പേർക്ക് അറിയാം, അല്ലെങ്കിൽ കുറച്ച് പ്രായമായവർക്കൊക്കെ. ശക്തൻ എന്ന് പറഞ്ഞ ഇത് ശക്തന്റെ പണ്ടാണ് തൃശ്ശൂര്. ശക്തൻ തമ്പുരാന്റെ, അതെ, ശക്തന്റെ തട്ടകമാണ് തൃശ്ശൂര്. ആ ശക്തൻ തമ്പുരാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ദൃഢനിശ്ചയത്തിന്റെ ഫലമാണ് ഈ തൃശൂർ പൂരം എന്ന് പറയുന്നത്. അതായത് 1796 ആറാട്ടുപുഴ പൂരം വളരെ പ്രസിദ്ധിയാർജിച്ച പൂരമാണ്. ചരിത്രപരമായി തന്നെ ഏറെ പ്രസിദ്ധിയാർജിച്ച പൂരമാണ്. അവിടെ ഒരു ഐതിഹ്യമുള്ളത് ലോകത്തെ എല്ലാ ദേവതകളും അവിടത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതിലൊരു ദേശം മാത്രമായിരുന്നു തൃശൂർ ദേശം. അതെ അതെ, അന്ന് ഇതേപോലൊരു മഴ അന്നും വിചാരിച്ചു. അതെ അതെ, ഇന്നത്തെ പോലൊരു മഴയാണ് അന്ന് ചരിത്രം രചിച്ചത് എന്നുള്ളതാണ്. അന്ന് തൃശൂർ ദേശക്കാർക്ക് ഈ കനത്തൊരു പേമാരി കാരണം അങ്ങോട്ടേക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതോടുകൂടി അവർ വലിയ സങ്കടത്തിലാകുന്നു. ആറാട്ടുപുഴ തമ്പുരാൻ അതിന് വലിയ കോപിക്കുന്നു. അദ്ദേഹം കോപിക്കുന്നു. അദ്ദേഹത്തിന് ഇവർ വരാത്തൊരു കാരണം കൊണ്ട് അതിന്റെ ഒരു മാറ്റു കുറഞ്ഞു പോയി എന്ന സങ്കടം കൊണ്ട് അദ്ദേഹം അതിനെതിരെ കോപിക്കുന്നു. എല്ലാം കൊണ്ടും ആ കോപം ഏറ്റുവാങ്ങിയ തൃശൂർ ദേശക്കാർ തിരിച്ച് വലിയ സങ്കടത്തോടെ, ദുഃഖഭാരത്തോടുകൂടി അന്ന് കൊച്ചി രാജാവായിരുന്ന ഈ രാമവർമ്മ കുഞ്ഞിപ്പിള്ള തമ്പുരാന്റെ അരികിലേക്ക്, ശക്തൻ തമ്പുരാന്റെ അരികിലേക്ക് വരുന്ന ഒരു കാഴ്ച വളരെ വേദനയോടുകൂടി അവർ വരുന്നു. അവരുടെ എല്ലാം ആശ്രിത വത്സരനാണ് ശക്തൻ തമ്പുരാൻ. കാരണം ശക്തൻ തമ്പുരാനോട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എടുക്കാൻ പോകുന്ന തീരുമാനം എന്തായിരിക്കുമെന്ന് അറിയാം. അതാണ് ഒരുപക്ഷെ ഇന്നത്തെ ഭരണാധികാരികൾ ഏതായിക്കോട്ടെ, അവർ കൃത്യമായി മാതൃകയാക്കേണ്ടുന്ന, ജനങ്ങളുടെ താല്പര്യത്തിനൊപ്പം നിൽക്കുന്ന ഭരണാധികാരിയായിരുന്നു ശക്തൻ തമ്പുരാൻ എന്നതിന്റെ ഉദാഹരണമാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മൾ നടത്തി കാണിക്കും പൂരം. അതാണ് ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, ഇനി ലോകം ഇവിടേക്ക് വരും എന്ന് പറഞ്ഞ് അന്ന് തുടങ്ങിയ തൃശൂർ പൂരമാണ്. ആ ശക്തൻ തമ്പുരാന്റെ വാക്കുകൾ ഇന്ന് അന്വർത്ഥമായിരിക്കുന്നു. ഈ തൃശൂർ പൂരം കാണാൻ ലോകം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നു. ആ പൂരവിളംബരത്തിന്റെ ഒരു കാത്തിരിപ്പാണ്. ഇതേ ഒരു തൃശ്ശൂർക്കാരനാണോ? അതെ, വരൂ. ഇതേ ഒരു തൃശ്ശൂർക്കാരനുണ്ട്. എന്താ ചേട്ടാ പേരെന്താ? എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഒരു പ്രത്യേകിച്ച് ശക്തൻ തമ്പുരാനെ കുറിച്ച് പറയുമ്പോൾ, തൃശ്ശൂർ പൂരത്തിന്റെ ചരിത്രം പറയുമ്പോൾ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ അഭിമാനത്തോടുകൂടി ആ മുഖത്തുണ്ട് ആ ഒരു അഭിമാനം. എവിടെ? തൃശ്ശൂർ എവിടെയാ? തൃശ്ശൂർ മണ്ണുത്തി. എത്ര കാലം ഈ ചെറുപ്പം മുതലേ തന്നെ ഈ തൃശ്ശൂർ പൂരം കാണുന്നു? ഞാൻ എല്ലായ്പ്പോഴും കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ, തൃശ്ശൂരാണ് എന്റെ വീട് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഇവിടെ ഒരിക്കലും നേരിട്ട് പൂരം കാണുകയും വെടിക്കെട്ടും സാമ്പിളും ഒക്കെ കണ്ടിട്ട് ആസ്വദിച്ചിട്ടുള്ള ഒരാളാണ്. കണ്ണുകൾ ഇങ്ങനെ നിറയുന്നുണ്ട്. അതായത് നമ്മൾ ശക്തൻ തമ്പുരാനൊക്കെ പറയുമ്പോഴേ ഞാൻ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഈ MBA സ്റ്റുഡൻസിനൊക്കെ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പിലൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ശരിക്കും പറഞ്ഞാൽ. ഞാനൊരു ട്രെയിനറും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു മാതൃകാപരമായി പറയേണ്ട ഒരാളുടെ പേര് ലീഡർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ
ഒരുപക്ഷെ എല്ലാവരും പറയും കരുണാകരൻ അങ്ങനെയാണ് ആളുകൾ പറയുമ്പോൾ, പക്ഷെ അതിനേക്കാളും മനോഹരമായിട്ട് പറയാവുന്ന ഒരു വ്യക്തിയാണ് ശക്തൻ തമ്പുരാൻ. അതായത് കരുണാകരൻ, ലോനപ്പൻ നമ്പാടൻ പോലുള്ള നേതാക്കൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അതിനേക്കാൾ വലിയ ശക്തമായിട്ടുള്ള ഇവിടെ ഒരു ഭരണാധികാരി നമ്മുടെ കൊച്ചി രാജ്യത്തുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ തട്ടകം തൃശ്ശൂരായി. കൊച്ചിയിൽ നിന്ന് തലസ്ഥാനങ്ങൾ മാറ്റങ്ങൾ ആഗ്രഹിച്ച ഒരാളാണ്. മാത്രമല്ല പ്രശ്നങ്ങൾ നമ്മൾ പറയല്ലോ ഈ ലീഡർഷിപ്പിൽ ഈ പ്രോബ്ലംസ് മാറ്റാൻ, പ്രോബ്ലം സോൾവിങ്, ലീഡർഷിപ്പ് സ്കില്ലിൽ ഏറ്റവും പറയുന്നത് നമ്മുടെ ലൈഫ് സ്കില്ലിൽ ഏറ്റവും പറയുന്ന കാര്യമാണ് ലൈഫ് സ്കില്ല്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ചേഞ്ച്, അങ്ങനെ തുടങ്ങിയ പല സ്കില്ലുകളും സത്യം പറഞ്ഞാൽ ശക്തൻ തമ്പുരാന്റെ ഈ പൂരമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുള്ള ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതുപോലൊരു മഴയായിരുന്നു അന്ന് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നത്. പക്ഷേ അതെ കാരണം ഇവിടെ നിന്ന് പോയിരുന്ന ആറാട്ടുപുഴ പൂരത്തിലേക്ക് ഇവിടുന്ന് പോകുന്ന ആറാട്ടുപുഴ പൂരമാണല്ലോ ഏറ്റവും വലിയ ഫേമസ് അന്നൊക്കെ കേട്ടിരുന്നത്. അന്ന് പോയിരുന്ന ആളുകൾ മഴ കാരണം കൊണ്ട് അവർക്ക് ലക്ഷം തടസ്സം നേരിട്ടു, അവിടെ എത്താൻ നേരം വൈകി. അപ്പോൾ അവരെ റിജക്ട് ചെയ്തു. ഒരു പക്ഷേ റിജക്ഷനിൽ നിന്നും ഒരു ആക്സെപ്റ്റൻസിലേക്ക് വന്ന പൂരമാണ് ശരിക്കും പറഞ്ഞത്. മനോഹരമായിട്ട് ആസ്വദിക്കേണ്ട പൂരമാണ് ഇത്. മാത്രമല്ല ഈ പൂരത്തിന്റെ ചിട്ടവട്ടങ്ങൾ നോക്കുമ്പോൾ അതിന് തന്നെ ശക്തമായിട്ടുള്ള ഒരു ഡിസിഷൻ, കറക്റ്റായിട്ട് ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. എത്ര സമയത്തിന് വരണം, എങ്ങനെ പോകണം. 10 ഘടകപൂരങ്ങൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. മാത്രമല്ല ഈ പൂരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ആളുകളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ വളർത്തുക ആനന്ദിക്കുക എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഒരു ട്രെയിനറും കൂടിയാണ്. ഇവിടെ വരുന്ന ആളുകളെ വളർത്തുകയും അവരെ ആനന്ദിപ്പിക്കും. അടുത്ത പൂരം കാണാനുള്ള ആവേശം കൊണ്ടാണ് ആളുകൾ ഇവിടെ തിരിച്ചു പോകുന്നത്. ഇവിടെ വരുന്ന കുട്ടികൾക്ക് കളിപ്പാട്ടമുണ്ട്, എക്സിബിഷൻ ഉണ്ട്. സാധാരണക്കാർക്ക് എന്താ പറയുക, ഇവിടെ എല്ലാ തരത്തിലുള്ള കച്ചവടക്കാർക്ക് സന്തോഷമാണ്. ഇവിടെ വരുന്ന ഏറ്റവും മികച്ച വാദ്യ കലാകാരന്മാർ ഇവിടെ വരുന്നത്, മികച്ച ആനകളാണ് വരുന്നത്. മാറ്റത്തിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറയും, ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾ. പെരുവനം കുട്ടന്മാരായിരുന്നു പാറമേക്കാവിൻ്റെ 24 വർഷം കൊട്ടിയ ആളാണ്. ഒരു വർഷം കൂടി കൊടുക്കാമായിരുന്നു. പക്ഷേ അവർ മാറ്റങ്ങൾക്ക് വിധേയം അത് പെരുവനം കുട്ടന്മാരെ ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ കിഴക്കൂട്ടാന്യന്മാരാണ് ഞാൻ പറഞ്ഞത്. മാറ്റങ്ങൾക്ക് വിധേയമാക്കി എല്ലാ തരത്തിലും എല്ലാവരും പൊതുവെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആരോഗ്യകരമായ ഒരു മത്സരമാണ് ഇത്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാ. അതായത് പൂരം എന്ന് പറയുന്നത് ആവേശപൂരമാണ്, ആനന്ദപൂരമാണ് അല്ലേ? അതിനുപരി ഹൃദയത്തിലേക്ക് എടുക്കുന്ന ഒരു പൂരം. ഇവിടെ വരുന്ന ആളുകൾ ആരും അതിലെ എനർജി ഊർജ്ജത്തോടു കൂടിയ തിരിച്ചു പോകുക. ആ ഊർജ്ജം എന്റെ മുഖത്തും നിങ്ങളുടെ മുഖത്തും വരുന്ന ആളുകളുടെ മുഖത്തൊക്കെ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രത്യേകത. ഇത് പറയുമ്പോൾ കണ്ടിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ വിളിച്ചത്. ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഇദ്ദേഹം മാനേജ്മെന്റ് ട്രെയിനിങ് വിദഗ്ധനാണ് അല്ലെ? ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഇദ്ദേഹം മാനേജ്മെന്റ് ട്രെയിനിങ് വിദഗ്ധനാണ്. ഇദ്ദേഹം തന്നെ പറയുന്നു പൂരത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടെങ്കിൽ, മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള മനുഷ്യർക്ക് ഏറ്റവും പോസിറ്റീവായ ഒരു എനർജി പകരുന്ന ഒരു ഇടമാണ് തൃശ്ശൂർ പൂരം. അതിന്റെ ചരിത്രം അങ്ങനെയാണ്. ഞാനൊരു മത്സരത്തില് ഒരു ഓൺലൈൻ മത്സരം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു മാസമായിട്ട്. അതിൽ ഞാൻ എടുത്തൊരു ടോപ്പിക്ക് ശക്തൻ തമ്പുരാനെ കുറിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞ ശക്തൻ തമ്പുരാൻ നമ്മളെപ്പോഴും പറഞ്ഞു, നമ്മൾ സോഷ്യൽ മീഡിയ ആദ്യം ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ആരാണെങ്കിൽ അത് ശക്തൻ തമ്പുരാനായിരുന്നു. ഇപ്പോൾ നമ്മൾ ബ്ലോഗും സോഷ്യൽ മീഡിയയിലാണ് ചെയ്യുന്നത്. ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ശക്തൻ തമ്പുരാനാണ്. ഡിസിഷൻ മേക്കിംഗ്, പ്ലാനിങ്, കൃത്യമായ പ്ലാനിങ്, പിന്നെ എപ്പോഴും ആളുകൾക്കിടയിൽ അടയാളപ്പെടുത്തിയ ഒരാളാണ് ശക്തൻ തമ്പുരാൻ. അടയാളപ്പെടുത്തി കൊച്ചി അല്ലെങ്കിൽ പല ആളുകൾ പലതും ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ ജീവിക്കുന്ന ആളുകളുടെ തന്റെ പേര് അടയാളപ്പെടുത്തിയ മറ്റുള്ള ആളുകൾക്ക് സന്തോഷം. അതുകൊണ്ടാണല്ലോ തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയെങ്കിൽ അത് കൊച്ചിക്ക് അത് ശക്തൻ തമ്പുരാനാണ് എന്ന് പറയുന്നത്. യെസ്, അതുകൊണ്ട് മാതൃകയാണ്. ഇപ്പോഴത്തെ ലീഡർഷിപ്പ് നിൽക്കുന്ന പല ആളുകളും മാതൃകയാക്കേണ്ട ആളുകളാണ്. ആക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും മടിയാണ്. നമ്മൾ സമീപകാല സംഭവം ഇന്നലെയും ഞാൻ നോക്കുന്ന സമീപകാല സംഭവം ആലോചിച്ചു. മാറാൻ തയ്യാറില്ല പലരും. മാറാൻ തയ്യാറാവണം, മറ്റുള്ളവരെ വളർത്തണം. കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്താൽ നമ്മുടെ ജീവിതത്തിലും ഓഫീസിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന മഹത്തായ മാതൃകയാണ്. ഇതൊരു പക്ഷേ ശക്തൻ തമ്പുരാനെ കുറിച്ച് മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് ഒരു പാഠപുസ്തകമാക്കണം. അതോടൊപ്പം തന്നെ ഇവിടെ വിദ്യാർത്ഥികൾക്കൊക്കെ കൊടുക്കുന്ന ലീഡർഷിപ്പ് പറയുമ്പോൾ കണക്ട് ചെയ്യപ്പെടുന്നവരാണ് ശക്തൻ തമ്പുരാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഗോപാലകൃഷ്ണേട്ടന്റെ വാക്കുകൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ശക്തൻ തമ്പുരാന്റെ ജീവിതം ഒരു വലിയൊരു പാഠപുസ്തകമായി മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും പൂരം കണ്ട് അല്ലേ അവസാനം വരെ ഇവിടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇനിയും കാണണം. അതെ, കോർപ്പറേറ്റ് ആളുകൾക്കും കൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ്. കോർപ്പറേറ്റ് ട്രെയിനിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണിത്. ഞാൻ അതിന്റെ സാധ്യതകൾ കണ്ടെത്തി തിരിച്ചറിഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയാം. അപ്പൊ എന്തായാലും നമുക്ക് കാണണം. ഇനിയും പൂരത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇനിയും വരണം കേട്ടോ. ഓക്കെ. അപ്പോ കാളിദാസ്, നമ്മളിനി ഇപ്പോൾ പൂര വിളംബരത്തിനായി കാത്തിരിക്കുകയാണ്. അപ്പോ പൂര വിളംബരത്തിന്റെ നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളിപ്പുണ്ട്. ആരാ വരുന്നത്? എറണാകുളം ശിവകുമാർ. 4ാം തവണയാട്ടോ. 4ാം തവണ അടുപ്പിച്ച് കൺസിക്യൂട്ടീവ് അല്ലെങ്കിൽ തുടർച്ചയായ 4ാം തവണയാണ്
നമ്മുടെ വാർത്താ വായനയിലെ വീരൻ കാളിദാസ് ആണെങ്കിൽ ഇവിടെ ഗജവീരനായി വരുന്നത് എറണാകുളം ശിവകുമാറാണ് എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു എന്താ പറയുക, ഒരു ആനച്ചന്തത്തോടെയുള്ള ആ ഒരു എഴുന്നള്ളിപ്പല്ലേ. വേണ്ട വേണ്ട, അത് പറയണ്ട. നമുക്ക് പൂരവിശേഷങ്ങളിലേക്ക് മാത്രമായിട്ട് പോകാം എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ താരം എറണാകുളം ശിവകുമാറാണ്. ശിവകുമാർ തിടംപേറ്റി വരുന്ന വരവ് കാണാനും അതോടൊപ്പം ശിവകുമാറിന് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. നമ്മള് മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ ഈ ശിവകുമാറും നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. അപ്പൊ രാമചന്ദ്രൻ ആദ്യം വരുന്നില്ലെന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര ഒരുപാട് ആരാധകർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഒരു ആനപ്രേമിയാണ് കാളിദാസനും. തീർച്ചയായും ആനപ്രേമിയാണ്, കടുത്ത ആനപ്രേമിയാണ്. അപ്പൊ എപ്പോഴും അത്തരത്തിലുള്ള ഈ പൂരക്കാഴ്ചകളും മേളപ്രേമിയാണ്, ആനപ്രേമിയാണ്. മേളവും ആനയും ഇഷ്ടപ്പെടാത്ത മലയാളികളില്ല. കാരണം ആ ഒരു ആനച്ചന്തം ആരായാലും നോക്കി നിൽക്കും. ആ മേളത്തിന്റെ താളത്തോടൊപ്പം ഏത് മലയാളിയും ചുവടുവയ്ക്കും. നേരത്തെ പറഞ്ഞതുപോലെ പെരുവനം കുട്ടന്മാരാരുടെ ഇലഞ്ഞിത്ര മേളം ഇപ്പോ അത് ഇത്തവണ മുതൽ അതിന് ഒരു മാറ്റം വന്നിരിക്കുന്നു. ആ മാറ്റം അനിവാര്യമാണ് എന്ന് അദ്ദേഹം പറയുമ്പോഴും ഈ ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹം കൃത്യമായി അദ്ദേഹം ഒരു സൂചന നൽകുന്നുണ്ട്. സൂചനകളും ഇനി അങ്ങോട്ട് ഇപ്പോഴത്തെ അധികാരികൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്, അതിനെക്കുറിച്ച് പഠിക്കേണ്ടത്, ശക്തൻ തമ്പുരാനെ എങ്ങനെ മാതൃകയാക്കാം എന്നുള്ളൊരു തരമാണ്. കാരണം ഈ മണ്ണി വന്നു കഴിഞ്ഞാൽ നമുക്ക് ശക്തനെ കുറിച്ച് തന്നെ പറയാൻ കിട്ടുള്ളൂ എന്ന് തോന്നുന്നില്ല. നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒറ്റയടിക്ക് ഭരണാധികാരി ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ശക്തന്റെ സ്റ്റാച്യു, ശക്തന്റെ പ്രതിമയാണ്. ഒരു ഭാഗത്ത് ശക്തൻ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ശക്തൻ എന്ന് പറഞ്ഞാൽ ശക്തന്റെ ഒരു ഇമാണല്ലോ, ശക്തനുണ്ടാക്കിയ പൂരമാണല്ലോ ഇത് എന്നുള്ളതാണ്. വടക്കുന്നാഥന്റെ മണ്ണിൽ, ശക്തന്റെ മണ്ണിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ തൃശൂർ പൂരം, തൃശ്ശൂരിനെ ഒരു സാംസ്കാരിക തലസ്ഥാനമാക്കി മാറ്റുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളത് തൃശൂർ പൂരമാണ് എന്നുള്ളതാണ്. പൂര വിളംബരത്തിന്റെ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടുത്തെ ഈ സുരക്ഷ, നമ്മുടെ പിന്നിൽ നമുക്ക് കാണാം നിരവധിയായിട്ടുള്ള പോലീസുകാർ ഉണ്ട്. ആ സുരക്ഷയുടെ സംവിധാനങ്ങളെ കുറിച്ച് ACP അടക്കം നേരത്തെ നമ്മളോട് കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചിരുന്നു. കാരണം കഴിഞ്ഞ തവണത്തെക്കാളും കൃത്യമായ ക്രമീകരണങ്ങളൊക്കെ കൃത്യമായി തന്നെ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തവണത്തെ പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ലഹരി ഉപയോഗം സംസ്ഥാനത്ത് ഭയങ്കരമായി അപകടകരമായ രീതിയിലേക്ക് അത് എത്തുന്നു. അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായ ലഹരി വിരുദ്ധ സന്ദേശങ്ങളടക്കം സ്വീകരിച്ചിട്ടുണ്ട്. അതിനായിട്ട് കുട്ടികൾക്കായിട്ട് ഈ ബലൂണില് സേ നോ ടു ഡ്രഗ്സ് ഇന്നലെ തന്നെ നമ്മൾ സാമ്പിൾ വെടിക്കെട്ടില് അത് കണ്ടായിരുന്നു. കാരണം ഈ തിരുവമ്പാടിയുടെ ഒരു അമിട്ട് പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് ഊർന്നിറങ്ങിയത് സേ നോ ടു ഡ്രഗ്സ്. അനിവാര്യതയാണ്. ഈ കാലഘട്ടത്തിന്റെ അനിവാര്യമായ വിഷയങ്ങളെ പോലും തൃശൂർ പൂരം അഡ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പൂരത്തെ അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലും പറയാം. അനിവാര്യമായ അല്ലെങ്കിൽ നമുക്ക് പൊതുസമൂഹത്തോട് പറയാൻ പറ്റുന്ന കാര്യം നമുക്ക് തൃശൂർ പൂരത്തിലൂടെ പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ്. കാരണം പൂരത്തിന് ലോകമെത്തും, ലോകം മൊത്തമാണ് കേൾക്കുന്നത്. നമ്മൾ എന്ത് പറയുന്നു, അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു പോലീസുകാരടക്കം ACP നേരത്തെ സൂചിപ്പിച്ചടക്കം ഇപ്പൊ നമ്മളൊരു ബലൂണിലൂടെ ചെയ്യുന്നൊരു കാര്യം അത് ലോകം മൊത്തം കാണുകയാണ്, പല മാധ്യമങ്ങളിലൂടെ കാണുകയാണ്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഇപ്പോഴും നമ്മുടെ കേരള വിഷൻ ന്യൂസിന്റെ പ്രേക്ഷകർ വീടുകളിലെ സ്വീകരണ മുറികളിൽ ഇരുന്നുകൊണ്ട് അവരുടെ രാവിലത്തെ ജോലി തിരക്കുകൾക്കിടയിൽ ഇരുന്നുകൊണ്ട് ഇത് കേൾക്കുകയോ കാണുകയോ ഒക്കെ ചെയ്യുന്ന പ്രേക്ഷകരുണ്ടാകും. അവരെ സംബന്ധിച്ച് ഈ ഒരു തൃശൂർ പൂരം നൽകുന്ന ഏറ്റവും വലിയ ഇത്തവണത്തെ സന്ദേശം എന്ന് പറയുന്നത് ലഹരിക്കെതിരായ ഒരു വലിയ കൈകോർക്കലിന്റെ ഒരു സന്ദേശം കൂടിയാണ് ഇത്തവണത്തെ തൃശൂർ പൂരം. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇവിടെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ആ പോലീസ് സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ വലിയ ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇത്തവണ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞത് കഴിഞ്ഞ തവണ 14 ലക്ഷം പേരാ, ഇത്തവണ 25% വർധന ഉണ്ടാവുമെന്ന്. ഏകദേശം ഒരു 20 ലക്ഷത്തോളം കാണുമെന്ന് ആളുകൾ വരും. അപ്പൊ അതിനനുസരിച്ച് എന്തായാലും വേണം. ഇത് ഒരു നാളെ ഈ പ്രധാന പൂരം നടക്കുന്ന സമയത്ത് ഇവിടെ ജനനിബിഡമായി ഒരു മഹാസമുദ്രമായി ഇവിടെ പണ്ട് പറയുന്നത് ഈ സൂചിയിട്ട വീഴത്തില്ല. ഈ തൃശൂർ പൂരത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, സൂചി കുത്താൻ ഇടമില്ലാത്ത, അല്ലെങ്കിൽ സൂചി താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് താഴേക്ക് വീഴില്ല, ജനങ്ങൾക്കിടയിലേക്കായിരിക്കും വീഴുക എന്ന ഒരു അവസ്ഥയാണ്. അത്രയധികം ഒരു മണൽത്തരികൾ എങ്ങനെയാണോ ചേർന്ന് നിൽക്കുന്നത് അതിന് ഒരു ആണെങ്കിലും ഈ ആസ്വദിക്കാനായിട്ടുള്ള കൃത്യമായ ക്രമീകരണം അധികൃതരടക്കം പാലിച്ചിട്ടുണ്ടാവുന്നതാണ് എല്ലാ കൊല്ലം. അത് ഈ പൂരം ആസ്വദിക്കാൻ വരുന്ന പൂരപ്രേമികളുടെ ഒക്കെ ഒരു മനസ്സ് എന്ന് പറയുന്നത് പൂർണ്ണമായി കൊള്ളുന്ന, അവരുടെ മനസ്സിൽ കലയുണ്ട്, ഒരു വലിയൊരു സംസ്കാരത്തിന്റെ ഒരു ബാക്കിപത്രം അവിടെ അവർ ആ മനസ്സിൽ അവശേഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് പൂരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അല്പസമയം കഴിഞ്ഞാൽ തന്നെ ആ പൂരവിളംബരം നമ്മൾ അതിനാണ് കാത്തിരിക്കുന്നത്. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നമ്മുടെ ഈ സിനിമയുടെ ഒക്കെ ഈ ടൈറ്റിൽ അനൗൺസ്മെന്റ് നാളെ പൂരമാണ്, എല്ലാരും വന്നേക്കണേ, ഞാനുണ്ട് ഇവിടെ, ബാക്കി
ടീമുകളൊക്കെ നമ്മളെല്ലാവരും ഉണ്ട് എന്ന് അറിയിക്കുന്ന ഒരു വളരെ മനോഹരമായ ഒരു നിമിഷമാണ് ഈ പൂരവിളംബരം എന്ന് പറയുന്നത്. അതിനാണ് എറണാകുളം ശിവകുമാറിന്റെ തിടമ്പിലേറി നെയ്തലക്കാവിലമ്മയുടെ അല്ലാതെ ശിവകുമാർ അല്ല ഇങ്ങോട്ടേക്ക് എഴുന്നള്ളുന്നത്, നെയ്തലക്കാവിൽ അമ്മയാണ് എഴുന്നള്ളുന്നത്. അത് കാളിദാസൻ പൂര വിളംബരത്തിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ തൃശൂർ പൂരത്തിന് ഏറ്റവും എടുത്തു പറയേണ്ടത് ജനപങ്കാളിത്തം തന്നെയാണ്. രാവിലെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ മഴയൊക്കെ മാറി ഇനി ആ പൂര വിളംബരത്തിന് കാത്തിരിക്കുകയാണ് പൂരപ്രേമികൾ എല്ലാവരും. മഴയും കാത്തിരിക്കുക. അതാ ഞാനും അതാ നോക്കുന്നത്. മഴ പോയിട്ടില്ല, പക്ഷെ ഞാനിവിടെ ഉണ്ടെന്നുള്ളൊരു സൂചനയിൽ ഇങ്ങനെ നിൽക്കുക. നമ്മളിപ്പോൾ ഈ തൃശൂർ പൂരത്തിന്റെ ആവേശത്തിൽ അലിഞ്ഞു ചേർന്നതുകൊണ്ട് ആ ചെറിയ ചാറ്റൽ മഴകൾ നമ്മൾ സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ട് കുടപിടിക്കാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ അവിടെ ആതിര ഇവിടെ മഴ ഇല്ലെന്നുള്ളത്. പക്ഷെ ആതിര ഈ നല്ല മഴയ്ക്കുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്, മഴക്കാറുണ്ട്, കുറ്റം പറയാൻ പറ്റൂല. അപ്പൊ നേരത്തെ മിനിസ്റ്റർ അതാ പറഞ്ഞത്. കാരണം ഈ വെയിലും മഴയൊക്കെ തന്നെ ഈ തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടിട്ട് വന്നേക്കോ, ഈ പൂര വിളംബരത്തിനായിട്ട് വന്നതായിരിക്കും. കാലാവസ്ഥ പോലും ഈ ഒരു പൂരത്തിന്റെ ആ ഒരു വിളംബരം കാണാൻ, ആവേശം കാണാൻ തൃശ്ശൂർ എങ്ങനെയുണ്ട്, ഇത്തവണത്തെ പൂരം എങ്ങനെയുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടി. അതായത് തൃശ്ശൂർ പൂരത്തിന്റെ ആവേശത്തിൽ അലിഞ്ഞു ചേരുകയാണ് ഇവിടെ മഴയും വെയിലും അടക്കമുള്ള കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്നത്. ഇപ്പോഴും മഴ അങ്ങനെ പോയിട്ടില്ല. ഒരു നേരിയൊരു ചാറ്റൽ മഴ വല്ലപ്പോഴും ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ഈ മണ്ണിൽ നിൽക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ എനർജിയാണ് പകരുന്നത്, ഊർജ്ജമാണ് പകരുന്നത്. കാരണം നമുക്ക് വെയിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ തളർന്നു പോയേനെ. ഒരുപക്ഷെ അതിനെ പ്രതിരോധിക്കാനുള്ള പ്രകൃതിയുടെ വലിയൊരു അനുഗ്രഹമായിട്ടായിരിക്കും ഈ പൂര ദിവസം ഇതുപോലൊരു മഴയുടെ അന്തരീക്ഷം ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നത്. നിരവധി ആളുകൾ ഇപ്പോഴും ഈ നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തേക്ക് ആളുകൾ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് അവര് നേരത്തെ വന്ന് സ്ഥാനം പിടിക്കുക. ഓരോ ഭാഗങ്ങളിലായിട്ട് കൃത്യമായി കാണുന്ന രീതിയിൽ നിൽക്കാനായിട്ട് പല ഭാഗങ്ങളും ഏറ്റവും അടുത്ത് കൃത്യമായ അവരുടെ കയ്യിലും കൃത്യമായ ഫോണുകൾ ഉണ്ടാവും. ആ ഫോണിൽ ഈ ശിവകുമാറിന്റെ തിടമ്പിലേറി വരുന്ന നെയ്ത്തലക്കാവിലമ്മയൊക്കെ കാണണ്ടേ, റീൽസായി വരും, സ്റ്റാറ്റസുകളായി വരും. അതിനേക്കാൾ ഉപരി ചിലപ്പം അത് മാത്രമല്ല, അതിനേക്കാൾ ഉപരി ഇത് കാണുക എന്നുള്ളത്. ഇപ്പൊ ആദ്യമായിട്ട് തൃശ്ശൂർ പൂരം കാണാൻ വരുന്നവരുണ്ടാവും. അതിന്റെ ആവേശം എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്റെ മൂന്നാമത്തെ പൂരമാണിത്. രണ്ടാമത്തെ പൂരം റിപ്പോർട്ടിംഗ് ആണ്. അപ്പം എനിക്ക് തുടർച്ചയായ 3-ാം വർഷം ഹാട്രിക് ആയിക്കൊല്ലാം. അതെ, നമ്മുടെ കൂടെ ഇപ്പൊ ഒരു തൃശ്ശൂരുകാരിയുണ്ട്, രഞ്ജിലുണ്ട്. രഞ്ജിലെ, എങ്ങനെയാണ് ഈ ചെറുപ്പത്തിലെ രഞ്ജിലിന്റെ ഒരു അനുഭവങ്ങൾ എങ്ങനെയാണ്? തൃശ്ശൂർ പൂരത്തിന്റെ അനുഭവങ്ങൾ പറയുമ്പോൾ 4 വർഷമായി ഞാൻ വരാൻ തുടങ്ങിയിട്ടുള്ളൂ. 4 വർഷം ആയിട്ടുള്ളൂ. അതായത് പക്ഷെ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെയല്ല, ഈ നാളത്തെ തിരക്ക് നമുക്കറിയാം. അപ്പൊ ആ ഒരു തിരക്ക് വീട്ടുകാർക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, തിരക്കിന്റെ ഇടയിൽ പോയിട്ട് എങ്ങാനും കാണാണ്ടാവോ എന്നൊരു ടെൻഷൻ. അതുകൊണ്ട് തന്നെ ആ സമയത്തൊന്നും നമ്മളെ വിട്ടിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഒരു 4 കൊല്ലമായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയ ശേഷം 4 കൊല്ലമായിട്ട് നമ്മളിപ്പോ ഈ ഒരു പൂരത്തിന് വരാറുണ്ട്. പൂരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാറുണ്ട്. അതിൽ ഏറ്റവും ആവേശമായി കാണുന്നത് നമ്മുടെ തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെ വരവ് തന്നെയാണ്. അതിനു വേണ്ടിയാണ് ശരിക്കും പൂരത്തിന് വരുന്നത് എന്ന് പറയാം. കാരണം നമുക്കറിയാം ഈ ഒരു ആന അല്ലെങ്കിൽ രാമൻ ഫാൻസ് ആണ് എല്ലാവരും. രാമൻ വരവ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഈ ഒരു ഇപ്പൊ ശിവകുമാറാണ് 4 വർഷമായിട്ട് വരുന്നത്. പക്ഷെ ശിവകുമാറിന് മുമ്പ് രാമനാണ് സ്ഥിരമായിട്ട് ഈ ഒരു നട തുറന്ന് പൂരവിളംബരം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ രാമന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ആരാധകരായിരുന്നു, പൂരപ്രേമികളായിരുന്നു തൃശ്ശൂരും ലോകം മൊത്തം. പക്ഷെ ഈ രാമൻ തടമ്പിലേറ്റുന്നത് ചെറിയൊരു മാറ്റമേ ഉള്ളൂ. അത് പറയുന്ന കാര്യമുണ്ട്. ഇത്തവണ രാമനെ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൽ കാരണം രാമൻ ഫാൻസ് കാരണം നിയന്ത്രിക്കാൻ പറ്റില്ല പോലീസുകാർക്ക്. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ രാമൻ ഇറക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും പൂരപ്രേമികളോ ആനപ്രേമികളോ വിട്ടുകൊടുത്തില്ല. രാമനെ ഇറക്കണം, രാമൻ കളത്തിൽ വരണം. അങ്ങനെ ആ ഒരു ആവേശം കൊണ്ട് രാമൻ വരണം. പ്രേമത്തെ കുറിച്ച് പറയുമ്പോൾ, പൂരത്തിന്റെ പ്രേമത്തെ കുറിച്ച് പറയുമ്പോൾ 3 തരത്തിലുള്ള പ്രേമമാണ് ഇവിടെ ഉള്ളത്. ഒന്ന് പൂരപ്രേമമാണ്, മറ്റൊന്ന് ആനപ്രേമമാണ്, മറ്റൊന്ന് മേളപ്രേമമാണ്, നാലാമതൊരു വെടിക്കെട്ടിന്റെ ഒരു കമ്പക്കെട്ടിന് തിരികൊളുത്തുന്ന ആ നിമിഷം എന്ന് പറയുന്നത് ആകാശത്ത് വിവിധ വർണ്ണങ്ങൾ വിരിയുന്ന ഒരു നിമിഷം. ഒരുപക്ഷെ ഇപ്പോൾ മാനത്ത് നിന്നും മഴ ഇങ്ങോട്ടാണ് വർഷിക്കുന്നതെങ്കിൽ നേരെ തിരിച്ച് അങ്ങോട്ടേക്ക് വെടിക്കെട്ടിന്റെ കമ്പക്കെട്ടിന്റെ വിവിധ വർണ്ണങ്ങൾ അങ്ങോട്ടേക്ക് വലിയൊരു വർഷമായി ഇന്നലത്തെ സാമ്പിൾ വെടിക്കെട്ടിന് അങ്ങോട്ട് വിട്ടതിന്റെ ആണെന്ന് തോന്നുന്നല്ലേ? അതായിരിക്കും ചിലപ്പോ ഇങ്ങോട്ട് വരുന്നത്. അതായിരിക്കാം. അതിഗംഭീരമായിരുന്നു. നമ്മള് കേരള ന്യൂസിൽ പ്രേക്ഷകർ എല്ലാം കണ്ടു. ഞാൻ ഇങ്ങോട്ടേക്കുള്ള യാത്രയിൽ അത് നമ്മുടെ കേരള വിഷൻ ന്യൂസിൽ അത് കണ്ട് ഞാൻ ആസ്വദിച്ചുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ആ ഒരു യാത്ര ചെയ്യുന്നത്.
പറമേക്കാവാണോ തിരുവമ്പാടിയാണോ മികച്ചത് അതിന്റെ ഒരു ഡിബേറ്റ് നടന്നായിരുന്നു. എന്തായാലും അത് പറമേക്കായാലും തിരുവമ്പാടിയായാലും ഒന്നിനും മെച്ചപ്പെട്ടുകൊണ്ട് അവർ ഇനിയും അവരുടെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നടക്കാനുണ്ടല്ലോ. പൂരത്തിന്റെ മറ്റു ചടങ്ങുകൾ ഒക്കെ നടക്കാനുണ്ട്. അതിൽ ഇനിയും അവർ പാറമേക്കാവായാലും തിരുവമ്പാടിയായാലും അവർ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ മികച്ച രീതിയിൽ ഇവിടെ പൂരത്തിന്റെ കാഴ്ചകൾ ഇവിടെ എത്തുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകതയുണ്ട്. ഒരേ സമയം കണ്ണിനും മനസ്സിനും അല്ലെങ്കിൽ കേൾവിക്കും കുളിർമയേക്കുന്ന മറ്റൊരു ഉത്സവം അല്ലെങ്കിൽ മറ്റൊരു ഫെസ്റ്റിവൽ ഉണ്ടോ എന്ന് സംശയമാണ്. അതൊരു തൃശ്ശൂർക്കാരിയുടെ ഏറ്റവും വലിയ അഭിമാനമാണ്. അതെ, തീർച്ചയായും തൃശ്ശൂർക്കാരുടെ ഏറ്റവും വലിയ അഭിമാനമാണ് അത്. ആ ഒരു ഇത് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഫെസ്റ്റിവൽ പൂരനഗരം അല്ലെങ്കിൽ നഗരത്തിന് മധ്യേ നഗരത്തെ മൊത്തം സ്തംഭിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഉത്സവം വേറെ എവിടെയും നടക്കുന്നുണ്ടോ എന്ന് തൃശ്ശൂർക്കാര് നന്ദി പറയേണ്ടത് ശക്തൻ തമ്പുരാന് തന്നെയാണ്. ഇത്രയും വലിയ വിസ്തൃതമായ ഒരു അന്തരീക്ഷം അദ്ദേഹം ഇവിടെ ഒരുക്കി തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം പൂരനഗരിക്ക് ഒരുങ്ങാനായിട്ടുള്ള അല്ലെങ്കിൽ വരുന്ന പൂരം കാണാൻ എത്തുന്ന ആളുകൾക്ക് അത് എത്ര ജനലക്ഷങ്ങളായാലും പോലും അതിൽ കൂടിയാൽ പോലും അതെ ജനകൂടികളിലേക്ക് ഇനി ഭാവിയിൽ അത് വരുന്ന ഒരു സാഹചര്യം എന്താണെന്നറിയോ, ഇപ്പൊ അന്നത്തെ ആ സമയത്ത് പൂരം തുടങ്ങാമെന്ന് ശക്തൻ തമ്പുരാൻ തീരുമാനിച്ചു. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവും ഈ ഒരു പബ്ലിസിറ്റി ഒരു ദേശത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ആ സമയത്ത് എന്തായാലും കുറെ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് പക്ഷെ അതൊന്നും എനിക്ക് വിഷയമില്ല, ഞാൻ നടത്തും. അതെ അതെ, അതാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞത്. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മാനേജ്മെന്റ് പരിശീലകനായിട്ടുള്ള അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയത് ഏത് മാനേജ്മെന്റ് വിദഗ്ധർക്കും ഏത് ഭരണകർത്താക്കൾക്കും വലിയ പാഠപുസ്തകമാണ് ശക്തൻ തമ്പുരാൻ. അതുകൊണ്ട് അതൊരു പാഠ്യ വിഷയമായി അദ്ദേഹത്തിന്റെ ജീവിതം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞതിന്റെ ഒരു ഉദ്ദേശം തന്നെ അതാണ്. ഇനിയിപ്പോൾ രഞ്ജിലിനോട് ചോദിക്കാനുള്ളത് പൂരവിളംബരമാണ്. ഇനിയിപ്പോ പൂരവിളംബരത്തിന്റെ ആ ഒരു പ്രക്രിയകൾ നേരത്തെ കണ്ടിട്ടുള്ള പൂരത്തെ വെച്ച് നോക്കുമ്പോൾ സമയത്തുള്ളിൽ തന്നെ പൂരവിളംബരം ഇപ്പൊ ഓൾറെഡി നെയ്തലക്കാവിൽ അമ്മ അവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. പടിഞ്ഞാറ് നട വഴി കയറി ശ്രീമൂലസ്ഥാനം വഴി കയറി ഇനി തെക്കേ ഗോപുരം നട തുറന്ന് വരും. എന്നിട്ട് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യാണ് നാളെ പൂരാണ്. ഈ പറഞ്ഞ പോലെ നാളെ പൂരാണ്, എല്ലാവരും കാണണം കേട്ടോ, അങ്ങനെ പറയുന്ന ആ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഈ കാണുന്ന പോലെ ഒന്നും ആവില്ല, കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാൻ ഒരു സ്ഥലം കിട്ടുമെന്നാണ് നമ്മൾ തൃശ്ശൂരുകാരോടുള്ള ഏറ്റവും വലിയ സ്നേഹം എന്താണെന്നറിയോ? തൃശ്ശൂരുകാരുടെ ആ ഒരു സംസാര രീതി, അവരുടെ സ്നേഹം ഞാൻ പലതവണ അനുഭവിച്ചിട്ടുള്ളതാണ്. തൃശ്ശൂർക്കാരുടെ സ്നേഹവും ആ സംസാര രീതി വളരെ നിഷ്കളങ്കരായ മനുഷ്യരാണ്. അവരുടെ പെരുമാറ്റം അതുപോലെ തുറന്നു പറയും. എടാ ഗഡ്ഡി, എടാ ശബി, അതെ അതാ എന്തൊട്ടാ ഇത് പ്രശ്നം, അങ്ങനെ പറയുന്ന ഒരു സംസാര ശൈലി. രഞ്ജില ആ ഒരു സംസാര ശൈലി ഉപയോഗിക്കാറില്ല? രഞ്ജിൽ അത് നല്ലോണം ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഈ സമയങ്ങളിൽ കുറച്ച് തൃശ്ശൂർക്കാര് അല്ലെങ്കിൽ തൃശ്ശൂർ ഒരു തവണ വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ ഇവിടെ വന്നിരിക്കുമ്പോ എന്തോ ഒരു പോസിറ്റീവ് വൈബാണ്. ഇവിടെ വന്നിരിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ആ ഒരു പീസ്ഫുൾനെസ് ഉണ്ട്, അത് വേറെ എവിടെയും കിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മരത്തലപ്പുകൾക്കിടയിൽ ഇത്രയും വിശാലമായൊരു അന്തരീക്ഷം ഒരുക്കി വെച്ച് അതിന്റെ ഒത്ത നടുക്ക് വടക്കുന്നാഥന്റെ ഒരു ആരൂഢം എന്ന് തന്നെ പറയാം. അതെ അതെ, നേരെ അപ്പുറത്ത് പുണ്യാളനുമുണ്ട്. അതെ, അതാണ് തൃശ്ശൂരിന്റെ ഏറ്റവും വലിയ ഭംഗി. മതേതരത്വം ആ തൃശ്ശൂരിന്റെ പാരമ്പര്യത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. കാരണം കേരളത്തിൽ എവിടെയും മതേതരത്വം എന്ന് പറയുന്നത് കേവലം വാക്കുകൾ മാത്രമല്ല, അത് അതിന്റെ ചരിത്രത്തിലുണ്ട്, അതിന്റെ പാരമ്പര്യത്തിലുണ്ട്, അത് പ്രകടമാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത്രയധികം കേരളത്തോട് ഒപ്പം തന്നെ തൃശ്ശൂരും ഈ കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തിൽ ഏറ്റവും ശക്തമായ ഇടമായി തൃശ്ശൂർ ഇപ്പൊ നാളേക്ക് ആകുമ്പം ജനങ്ങൾ അത്രയും കൂടും. ആ സാഹചര്യങ്ങളൊക്കെ നമുക്കിപ്പോ ഈ പുത്തമ്പള്ളിയിലേക്കൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ദാഹജലം ഒക്കെ അവർ ചോദിച്ച ഭക്ഷണം ഒക്കെ കൃത്യമായിട്ട്. ശരിക്കും പറഞ്ഞാല് ഇത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം കേരളത്തിൽ എല്ലായിടത്തും ഇങ്ങനെ ഇപ്പൊ നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ നോമ്പ് കാലത്ത് അവസാന ദിവസം നമ്മൾ കോഴിക്കോട് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പം ആ ഒരു ഗ്രൗണ്ടിൽ അതായത് ശബരിമല സമയത്ത് കോഴിക്കോട് ഒരു ഗ്രൗണ്ട് പള്ളിയില്, തിരുവനന്തപുരത്തും ഇതുപോലെ 1 കിലോമീറ്റർ ചുറ്റളവിൽ 3 ആരാധനാലയങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഇടം ഭീമപ്പള്ളിയും. പൂരാവേശം വാനോളമാണ്, പൂരാവേശത്തിലാണ് തൃശ്ശൂർ നഗരി ഉള്ളത്. എല്ലാ പൂരപ്രേമികളും വാനോളം എല്ലാം